അതായത് ഒരു കാര്യം ഞാൻ തുറന്നു പറയുകയാണ്, കോൺഗ്രസ്സിനൊരു രീതിയുണ്ട്. കോൺഗ്രസ് ഇപ്പം ആദ്യമായിട്ടല്ലല്ലോ, എത്രയോ തെരഞ്ഞെടുപ്പുകൾ അഭിമുഖീകരിച്ചു. സ്വാതന്ത്ര്യാനന്തര ഭാരതത്തിൽ, കേരളത്തിൽ എത്രയോ തെരഞ്ഞെടുപ്പുകളെ അഭിമുഖീകരിച്ചു. എത്രയോ പ്രഗത്ഭമതികളായ വ്യക്തികളെ മുഖ്യമന്ത്രിമാരായി സെലക്ട് ചെയ്ത് മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിച്ചിട്ടുണ്ട്. അതുകൊണ്ട് കോൺഗ്രസിൻ്റേതായ ഒരു രീതിയുണ്ട്. ആ രീതി അനുസരിച്ച് കാര്യങ്ങൾ മുന്നോട്ട് നീങ്ങും. കേരളത്തിലെ കോൺഗ്രസ് നേതാക്കന്മാരുടെ, കോൺഗ്രസ് നിയമസഭാ സാമാജികരുടെ അഭിപ്രായമെല്ലാം വിലയിരുത്തിക്കൊണ്ട് കോൺഗ്രസ് ഹൈക്കമാൻഡ് കൃത്യമായൊരു തീരുമാനമെടുക്കും. അതാണ് കോൺഗ്രസിൻ്റെ രീതി. ആ പതിവ് രീതിയിൽ തന്നെ മുന്നോട്ട് പോകും. അതിനെ ചൊല്ലി, അത്തരം സ്ഥാനമാനങ്ങളെ ചൊല്ലിയൊരു പ്രശ്നം കോൺഗ്രസ്സിൽ ഉണ്ടാകാനുള്ള ഒരു സാധ്യതയും ഞാൻ ഇപ്പോൾ കാണുന്നില്ല. സഭാ നേതാക്കൾക്കെതിരെ വ്യക്തിയധിക്ഷേപം പോലുള്ള കാര്യങ്ങളാണ് പറയുന്നത്. അവരെല്ലാം വേണ്ടതെല്ലാം നേടിയിട്ട് ഒഴിവായി കളയും. ഇനി എന്ത് പറഞ്ഞ് അമിത്ഷായുടെ അടുത്ത് പോകുന്നതാണ് ചോദിക്കുന്നത്. ഞാനൊരു കാര്യം പറയട്ടെ. ഒരു കാര്യം, ഈ തെരഞ്ഞെടുപ്പ് രംഗത്ത് ആദ്യകാലം മുതൽ ഇടപെട്ടിട്ടുള്ള ആളാണ്, പ്രചരണ രംഗത്തുണ്ടായിട്ടുള്ള ആളാണ്, കുട്ടിക്കാലം മുതൽ. ഞാനിപ്പോൾ ഓർക്കുന്നത് എൻ്റെ ആദ്യത്തെ തെരഞ്ഞെടുപ്പ് പ്രവർത്തനത്തെ പറഞ്ഞാൽ, ഞാൻ 6ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ അന്ന് മണലൂർ നിയോജകമണ്ഡലത്തിലെ കോൺഗ്രസ് സ്ഥാനാർത്ഥി കുറൂർ നീലകണ്ഠൻ നമ്പൂതിരിപ്പാടാണ്. ബഹുമാന്യനായ മുൻ വിദ്യാഭ്യാസ മന്ത്രി പ്രൊഫസർ ജോസഫ് മുണ്ടശ്ശേരി ആയിരുന്നു അന്നത്തെ എതിർ സ്ഥാനാർത്ഥി. അന്ന് കുറൂർ നമ്പൂതിരിപ്പാടിന് വേണ്ടി 6ാം ക്ലാസ് വിദ്യാർത്ഥിയായ ഞാനും എൻ്റെ കൂടെയുള്ള മറ്റ് കൊച്ചു സുഹൃത്തുക്കളും ഈ നിലവിളക്കിൻ്റെ തണ്ടെടുത്ത് അതിൽ കുറൂർ നമ്പൂതിരിപ്പാടിനും കോൺഗ്രസിനും മുദ്രാവാക്യം വിളിച്ച് മുന്നോട്ട് പോയതാണ്. അന്ന് തുടങ്ങിയ തെരഞ്ഞെടുപ്പ് പ്രവർത്തനമാണ്. തെരഞ്ഞെടുപ്പ് പ്രവർത്തനത്തിൽ ഒരിക്കലും വ്യക്തിപരമായ പരാമർശം നടത്താറില്ല, വ്യക്തികളെ പരാമർശിക്കാറില്ല. വ്യക്തികളെ എന്ന് പറഞ്ഞാൽ പ്രത്യേകിച്ചും എതിർ സ്ഥാനാർത്ഥികളെ, അവരെ ഏതെങ്കിലും സ്വാഭാവികമായി വല്ല വസ്തുതകൾ പറയുമ്പോൾ അവരുടെ പേര് പറയേണ്ടി വന്നാൽ പറയും. അതല്ലാതെ അവരുടെ നേരെ അങ്ങനെ വിമർശനവുമായി മുന്നോട്ട് പോകാറില്ല. ഈ പൊതുരംഗത്ത് നമുക്ക് ഇപ്പോൾ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു പൊതുവികാരം എന്ന് പറയുന്നത്, മുൻകാലങ്ങളിലുണ്ടായിരുന്ന ആ രാഷ്ട്രീയ ഔചിത്യം. നമ്മൾ പൊതുയോഗങ്ങളിൽ സംസാരിക്കുമ്പോഴും, നിയമസഭയിൽ സംസാരിക്കുമ്പോഴും, പാർലമെൻറ്റിൽ സംസാരിക്കുമ്പോഴും, സർവ്വതലത്തിലും ഇടപെടുമ്പോഴും ഒക്കെ നമ്മുടെ വാക്കുകൾ വളരെ ശ്രദ്ധിക്കുക എന്നുള്ളത് പരമപ്രധാനമാണ്. ആ രാഷ്ട്രീയ ഔചിത്യം പാലിക്കാൻ എല്ലാവരും ബാധ്യസ്ഥരാണ്. അതെല്ലാവർക്കും ബാധകമാണ് എന്നല്ലാതെ ഇതേക്കുറിച്ച് ഒരു പ്രത്യേകിച്ചൊരു അഭിപ്രായത്തിലേക്ക് ഞാൻ നീങ്ങുന്നില്ല. ഏതായാലും തെരഞ്ഞെടുപ്പ് രംഗത്ത് തങ്ങൾക്ക് ഇഷ്ടമില്ലാത്ത കാര്യങ്ങൾ പലതരത്തിലുണ്ടാകും. പല പ്രസ്ഥാനങ്ങളും പല വ്യക്തികളും പല നിലപാടുകൾ സ്വീകരിക്കും. അതൊക്കെ സഹിഷ്ണുതയോടെ ഉൾക്കൊള്ളുക എന്നല്ലാതെ, സഹിഷ്ണുത ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്. അവിടെ വ്യക്തിപരമായ പരാമർശങ്ങളും രൂക്ഷമായ കടന്നാക്രമണം നടത്തുന്നതും ഒക്കെ ഒഴിവാക്കുന്നതാണ് എല്ലാവർക്കും നല്ലത്. ഞാനും ആ പാതയിലേക്ക് പോകാൻ ആഗ്രഹിക്കാത്തതുകൊണ്ട് കൂടുതൽ പറയുന്നില്ല.